കാണുകയാണ്. അങ്ങനെ കോട്ടയത്ത് ലീഡ്, വടകരയിൽ പക്ഷേ മുന്നേറുന്നത് കെ ശൈലജയാണ്. മലപ്പുറത്തും വയനാട്ടിലും യുഡിഎഫിന്റെ ലീഡ് ഷാഫിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കെ ശൈലജയാണ്. അതേസമയം കോഴിക്കോട് ലീഡ് നില അറിവായിട്ടില്ല, ഇപ്പോൾ ഏറ്റവും പുതിയ അറിവായിട്ടില്ല. പക്ഷേ വടകരയുടെ ചിത്രത്തിൽ മാറ്റമുണ്ട്. വടകരയുടെ ചിത്രത്തിൽ മാറ്റമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഷാഫി പറമ്പിൽ മുന്നിലാണ്. വോട്ടുകൾക്ക് മുന്നിലാണ് ഷാഫി പറമ്പിൽ. സംസ്ഥാനത്തെ 3 മണ്ഡലങ്ങളിൽ യുഡിഎഫിന്റെ ലീഡ് 10,000 കടന്നു എന്നുള്ളതാണ്. ഒന്ന് മലപ്പുറമാണ്, മറ്റൊന്ന് വയനാടാണ്, മറ്റൊന്ന് കൊല്ലമാണ്. 3 മണ്ഡലങ്ങളിൽ 11,000. തൃശ്ശൂരിൽ ചിത്രം മാറുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് ഉയരുന്നു 3154. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് 3154 മാറിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ VS സുനിൽകുമാർ LDF-ഉമായിട്ടാണ് സുരേഷ് ഗോപിയുടെ മത്സരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റൗണ്ട് 1 എല്ലായിടത്തും വന്നു കഴിഞ്ഞില്ലേ? ഒന്നാം റൗണ്ട് ഫലം പുറത്തു വരുന്നു. ചിത്രം എങ്ങനെയാണ്? തോമസ് ചാഴികാടിന് 7315 വോട്ടുകളാണ് ലഭിച്ചത്. അതേസമയം ഫ്രാൻസിസ് ജോർജിന് ലഭിച്ചത് 7115 വോട്ടുകൾ. ഇടതുമുന്നണിയാണ് കോട്ടയത്ത് ആദ്യ റൗണ്ടിൽ മുന്നിലെത്തിയിരിക്കുന്നത്. ശ്രദ്ധേയമാവുന്ന കണക്ക് തുഷാർ വെള്ളാപ്പള്ളിയാണ് 4059 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അതായത് 3000 വോട്ടുകൾ. കണ്ണൂരിൽ ജയരാജൻ മുന്നിലാണ്. കണ്ണൂരിൽ ജയരാജൻ മുന്നിലാണ് എന്ന വാർത്തയും പുറത്തു വന്നു. കണ്ണൂരിൽ ജയരാജനാണ്. ദേശീയതലത്തിൽ വലിയ വെല്ലുവിളി നേരിടുന്നു NDA സഖ്യം എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. BJP സഖ്യം ദേശീയതലത്തിൽ വലിയ വെല്ലുവിളി നേരിടുന്നു. 290 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ NDA സഖ്യത്തിൽ ലീഡുള്ളത്. 250 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് ലീഡുള്ളത്. 196 ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. കോൺഗ്രസിന്റെ ലീഡ് 88ലേക്ക് 52 സീറ്റുകൾ മാത്രമുള്ള കോൺഗ്രസ് ഇത്തവണ 88 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. വലിയ വെല്ലുവിളി NDA സഖ്യം നേരിടുന്നു. എക്സിറ്റ് പോളുകൾക്ക് പോലും കവച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടനത്തിലേക്ക് ഇന്ത്യ സഖ്യം കുതിച്ചു പോകുന്നു. അങ്ങനെ ഏറ്റവും താഴ്ന്നതിലേക്ക് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ 45 സീറ്റുകളിൽ മാത്രമാണ് NDA മുന്നിൽ. 32 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന ഇന്ത്യ സഖ്യമാണ് ഉത്തർപ്രദേശിൽ എന്ന പ്രത്യേകതയുമുണ്ട്. നമുക്ക് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അതൊന്ന് പരിശോധിക്കേണ്ടതാണ്. ആദ്യ റൗണ്ട് ഔദ്യോഗികമായി തന്നെ ഫലം വരുന്നു കഴിഞ്ഞു. അപ്പോൾ 3018 വോട്ടുകളുടെ ലീഡിലാണ് സുരേഷ് ഗോപി നിൽക്കുന്നത്. തൊട്ടു പിന്നിലുള്ളത് ഇടതുമുന്നണിയാണ്. VS സുനിൽകുമാറാണ്. 3018 വോട്ടുകൾക്ക് പിന്നിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ശ്രദ്ധിക്കണം മഞ്ജുഷ്, K മുരളീധരൻ 6060 വോട്ടുകൾക്ക് പിന്നിലാണ്. വളരെ ചിത്രത്തിൽ വലിയ മാറ്റമുണ്ട്. പറയുന്ന പോലെയാണ്. K മുരളീധരൻ 7900 വോട്ടും, സുനിൽകുമാറിന് 10948 വോട്ടും, സുരേഷ് ഗോപിക്ക് 13966 വോട്ടുമാണ് ഉള്ളത്. അപ്പോൾ ആരുടെ വോട്ടുകളാണ് അവിടെ മറിയുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുകയാണ്. ഒന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ ലീഡ് കുതിച്ചുയരുകയാണ്. സുരേഷ് ഗോപിയുടെ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ കേരളത്തിൽ BJP ഒരു സീറ്റിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അത് തൃശ്ശൂരാണ്. തിരുവനന്തപുരത്ത് തരൂർ തന്നെയാണ് മുന്നിൽ. ആലപ്പുഴയിൽ KC കോട്ടയത്ത് UDF ലീഡ് തിരിച്ചുപിടിച്ചു. 1649 വോട്ടായി UDFന്റെ ലീഡ് മാറുകയാണ്. ഒരുപക്ഷെ അത് സെക്കൻഡ് റൗണ്ട് ആവണം. അതിന്റെ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. അതാണ് ചിത്രം. ഒപ്പം വടകരയിലും ചിത്രത്തിൽ മാറ്റമുണ്ടാകുന്നുണ്ട്. വടകരയിൽ ഷാഫി പറമ്പിന്റെ ലീഡ് 34 വോട്ടുകളായി ചുരുങ്ങുന്നു എന്ന ചിത്രമുണ്ട്. ചാലക്കുടിയിലേക്ക് വരുമ്പോൾ LDF 1148 വോട്ടുകൾക്കാണ് മുന്നിൽ. 13 സീറ്റുകളിൽ UDF, 6 സീറ്റുകളിൽ LDF, 1 സീറ്റിൽ BJP. ഇതാണ് ഏറ്റവും അപ്ഡേറ്റ്.
13-6-1. ചാലക്കുടിയിൽ LDF ലീഡ്, ചാലക്കുടിയിൽ ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു എന്ന പ്രധാനപ്പെട്ട കണക്കുകൾ പുറത്തു വരുന്നു. അതെ, ചാലക്കുടിയിൽ LDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. കണ്ണൂരിലും കാസർഗോഡും LDF ലീഡാണ്. ആറ്റിങ്ങിൽ LDF ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിലും കോട്ടയത്ത് ലീഡ് നില മാറി മറിഞ്ഞു. പാലക്കാട് LDF ലീഡ് ചെയ്യുന്നു 523 വോട്ടുകൾക്ക്. കണ്ണൂരിൽ LDF MV ജയരാജൻ ലീഡ് ചെയ്യുന്നു. കാസർഗോഡും LDF ലീഡാണ്. അങ്ങനെ 13-6-1 എന്ന നിലയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ LDF, UDF, BJP ലീഡ് നില ഈ ഒരു റൗണ്ട് ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ. തൃശ്ശൂരിലാണ് ഇങ്ങനെ കാര്യങ്ങൾ മാറി മറിയുന്നത്. തൃശ്ശൂരിൽ 3018 വോട്ടുകൾ ലീഡ് ഇപ്പോൾ സുരേഷ് ഗോപിക്കുണ്ട്. ഒരു ഘട്ടത്തിൽ 3500 മുകളിൽ പോയിരുന്നു. ഇപ്പോൾ 3018 സുരേഷ് ഗോപി ലീഡ് എത്തുകയാണ്. 3 മണ്ഡലങ്ങളിൽ, നേരത്തെ പറഞ്ഞതുപോലെ 3 മണ്ഡലങ്ങളിൽ UDF ലീഡ് 10,000 കടന്നിട്ടുണ്ട്. 10,000 കടന്നു. മലപ്പുറത്ത്, വയനാട്ടിൽ, ഒപ്പം കൊല്ലത്ത് ഈ 3 മണ്ഡലങ്ങളിൽ UDF ലീഡ് 10,000 കടന്നു. അവിടെ ഏതാണ്ട് UDF ഉറപ്പിച്ച മട്ടാണ്. മറ്റു മണ്ഡലങ്ങളിൽ, ചില മണ്ഡലങ്ങളിലെങ്കിലും വാശിയേറിയ പോരാട്ടം, വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ വാശിയേറിയ പോരാട്ടം, പത്തനംതിട്ടയിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഫലങ്ങൾ മാറി മറിയുകയാണ്. ദേശീയതലത്തിലാകട്ടെ 290 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ലീഡുള്ളത്. ക്ഷമിക്കണം, NDA സഖ്യത്തിന് ലീഡുള്ളത്. 196 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം മുന്നേറുന്നു എന്ന നിർണായകമായ കണക്കുണ്ട്. അതിൽ 88 കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം ഈ ഘട്ടത്തിലുണ്ട്. അങ്ങനെ വലിയ മുന്നേറ്റം 244 സീറ്റുകളിലേ ഉള്ളൂ. ദേശീയ തലത്തിൽ 244 സീറ്റുകളിലെ BJP ഒറ്റയ്ക്ക് മുന്നേറുന്നത് ബാക്കി സഖ്യങ്ങളുടേതാണ്. അതെ, കേരളത്തിൽ ഒരു ശ്രദ്ധേയമായ കണക്ക് വരുന്നത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോടെ കണക്ക് പരിശോധിക്കുമ്പോൾ അവിടെ 3-ാം സ്ഥാനത്തേക്ക് കരീം പോയി, ഇടതു സ്ഥാനാർത്ഥി പോയി എന്ന ചിത്രമുണ്ട്. അതെന്ത് സംഭവിച്ചു എന്നത് പരിശോധിക്കണം. ഒരുപക്ഷെ അത് പോസ്റ്റൽ വോട്ടുകളുടെ കണക്കാണെങ്കിൽ പോലും അത് വലിയ പരാമർശ വിധേയമാവേണ്ട കണക്കാണ്. കാരണം രമേശ് രണ്ടാമത് വന്നിരിക്കുന്നു, കരീം 3-ാമതാണ്. UDF ആണ് ലീഡ് ചെയ്യുന്നത്. MK രാഘവൻ കോഴിക്കോട് ലീഡ് ചെയ്യുന്നു. വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ലീഡ് 20,000 കടന്നു. വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ലീഡ് 20,000. കേരളത്തിന്റെ ചിത്രം അങ്ങനെയാണ്. ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാവുകയാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും. ചുരുങ്ങിയ ചില മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ ആദ്യ റൗണ്ട് ഫലങ്ങൾ ഔദ്യോഗികമായി വരാനുള്ളത്. പക്ഷേ അതുവരെയുള്ള ചിത്രം എങ്ങനെയാണ്? സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും ഫലസൂചനകളിലേക്ക് വരുമ്പോൾ 12 UDF-ഉം 7 ഇടതുമുന്നണിയും. BJP ലീഡ് ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഇടുക്കിയിലും കൊല്ലത്തുമാണ് UDF-ന്റെ വൻ മുന്നേറ്റം കാണുന്നത്. ഡീൻ കുര്യാക്കോസും കോഴിക്കോട്ടെ ഫലമാണ് ശ്രദ്ധേയം. കോഴിക്കോട്ട് 3-ാം സ്ഥാനത്താണ് LDF സ്ഥാനാർത്ഥി. കോഴിക്കോട് 3-ാം സ്ഥാനത്താണ്. അവിടെ കോഴിക്കോട്ട് BJP സ്ഥാനാർത്ഥി MT രമേശ് 2-ാം സ്ഥാനത്തുണ്ട്. ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് MK രാഘവനാണ്. സിറ്റിംഗ് MP MK രാഘവനാണ്. എളമരം കരീം 3-ാമതായി പോകുന്നു. കോഴിക്കോട് NDAക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്ന മണ്ഡലമല്ല, A ക്ലാസ് മണ്ഡലം പോലുമല്ല. അവിടെ 2-ാം സ്ഥാനത്ത് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും MT രമേശ് എത്തുന്നു എന്നുള്ള നിർണായകമാണ്. എന്തായാലും ഉത്തർപ്രദേശിൽ 7-1 എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. 12 UDF, 7 LDF, 1 BJP. അത് തൃശ്ശൂരിലാണ്. അതെ, ദേശീയ തലത്തിലുള്ള ചിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ NDAയുടെ ലീഡ് നില 291 ഇടത്താണ്. 197 ഇടത്ത് ഇന്ത്യ മുന്നണിയുണ്ട്. 22 ഇടം എന്ന അദ്ദേഹത്തിന്റെ പട്ടിക പരിശോധിക്കണം. അത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ഉറപ്പായും ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരുന്നതാണ് ആ വോട്ടുകൾ. പോരാട്ടം ഇഞ്ചോടിഞ്ചാണ്. രാജ്യത്തെ പോരാട്ടം ഇഞ്ചോടിഞ്ചാണ്. NDAയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള പോരാട്ടം കടുത്തത് തന്നെയാണ്.